കനത്ത തീരുവ ചുമത്തിയത് മൂലം ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചു. ഇതിനായി ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശം നൽകി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ US ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് റഷ്യയുടെ സുപ്രധാന നടപടി. എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കുണ്ടാകുന്ന നഷ്ടം നികത്തുമെന്ന് പുടിൻ വ്യക്തമാക്കി. സോച്ചിയിൽ നടക്കുന്ന ഇന്ത്യ ഉൾപ്പെടെ 140 രാജ്യങ്ങളിലെ പ്രതിനിധികൾ അടങ്ങുന്ന സമ്മേളനത്തിലായിരുന്നു പുടിന്റെ പ്രഖ്യാപനം. ഇന്ത്യക്ക് മേൽ കനത്ത തീരുവ ചുമത്തിയതിനെ ജനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പുടിൻ പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾ ഹനിക്കുന്നതും അപമാനകരവുമായ ഒരു തീരുമാനത്തിനും ഇന്ത്യയിലെ ജനങ്ങൾ കൂട്ടുനിൽക്കില്ലെന്നും പുടിൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെയൊരു തീരുമാനമെടുക്കില്ലെന്ന് ഉറപ്പുണ്ട്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വിപുലമാക്കുമെന്നും പുടിൻ പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും അത്തരം സമ്മർദ്ദങ്ങളോട് വഴങ്ങില്ലെന്നും ആരുടെയും മുന്നിൽ തല കുനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ സുഹൃത്തായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുദ്ധിമാനായ നേതാവാണെന്നും പുടിൻ പ്രശംസിച്ചു. റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട്. പ്രധാനമന്ത്രി മോദിയെ തനിക്കറിയാം. അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കില്ല. യുഎസിന്റെ തീരുവകൾ കാരണം ഇന്ത്യ നഷ്ടങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലൂടെ സന്തുലിതമാക്കുമെന്നും റഷ്യ ഇന്ത്യയിൽ നിന്ന് കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങളും മരുന്നുകളും വാങ്ങുമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. അതേസമയം യുഎസിന്റെ തീരുവ ഭീഷണികൾക്കിടയിലും ഇന്ത്യയിലേക്ക് റഷ്യൻ ഇന്ധനം ഒഴുകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇന്ത്യ ഏറ്റവും അധികം ഇന്ധനം ഇറക്കുമതി നടത്തിയത് റഷ്യയിൽ നിന്നാണ്. ആകെ ക്രൂഡ് ഇറക്കുമതിയുടെ 33.3% റഷ്യൻ ഇന്ധനമാണ്. അതേസമയം 2025 ഓഗസ്റ്റ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ റഷ്യൻ ഇന്ധന പർച്ചേസിൽ നേരിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. ഇതിനിടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ധന പർച്ചേസ് നടത്തി ബാലൻസ് നിലനിർത്താനും ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഗ്ലോബൽ റിയൽ ടൈം ഡേറ്റ അനലിറ്റിക്സ് പ്രൊവൈഡറായ കെപ്ലർ നൽകുന്ന ഡേറ്റ പ്രകാരം ഇന്ത്യ സെപ്റ്റംബറിൽ പ്രതിദിനം 1.6 മില്യൺ ബാരൽ റഷ്യൻ ക്രൂഡ് ഓയിലാണ് ഇറക്കുമതി നടത്തിയത്. 2025 ഓഗസ്റ്റിലെ 1.7 മില്യൺ ബാരൽ എന്ന തോതിനേക്കാൾ കുറവാണിത്. അതേസമയം സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്നുള്ള ആകെ ഓയിൽ ഇറക്കുമതി ഓഗസ്റ്റിലേതിനേക്കാൾ 6% ഉയരത്തിലാണ്. 2025 ജൂണിൽ പ്രതിദിനം 2.1 മില്യൺ ബാരൽ എന്ന തോതിൽ റെക്കോർഡ് ഇറക്കുമതിയാണ് നടന്നത്. 2025 വർഷത്തിലെ ആദ്യ 8 മാസങ്ങളിൽ ഇറക്കുമതി നടത്തിയ ശരാശരി ക്രൂഡ് ഓയിൽ വോളിയത്തേക്കാൾ കുറവാണ്. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന 1,90,000 ബാരൽ ഇറക്കുമതി റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് ചരക്ക് നീക്കത്തിനുള്ള ചിലവ് ഇറക്കുമതിയെ സ്വാധീനിക്കാറുണ്ടെന്നും കെപ്ലർ വിലയിരുത്തുന്നു. എന്നാൽ ഇത് ഇറക്കുമതി വോളിയത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. സെപ്റ്റംബർ അവസാന വാരത്തോടെ റഷ്യൻ ക്രൂഡ് ഡിസ്കൗണ്ടിൽ നേരിയ തോതിൽ താഴ്ചയുണ്ടാവുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ മാർജിനൽ സ്പോട്സ് പർച്ചേസുകൾ കുറയുകയും വൈകിയുള്ള ഷിപ്മെന്റിനുള്ള കരാറുകൾ വർദ്ധിക്കുകയും ചെയ്തു. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും ഇന്ത്യൻ എണ്ണ കമ്പനികളെ സംബന്ധിച്ച് നിലവിൽ താരതമ്യേന ഏറ്റവും അധികം ലാഭം ലഭിക്കുന്നത് റഷ്യൻ ഇന്ധന ഇറക്കുമതിയിലൂടെയാണ്. ഇറക്കുമതി ചെലവ് ഉയരുകയാണെങ്കിൽ സെപ്റ്റംബറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ മാസം ഇറക്കുമതി നിലവാരം ഫ്ളാറ്റ് ആയിരിക്കുമെന്നും കെപ്ലർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിനിടെ ജിയോ പൊളിറ്റിക്കൽ കാരണങ്ങളാൽ ക്രൂഡ് ഇറക്കുമതി തടസ്സപ്പെടാതിരിക്കാനും ഇന്ത്യ ശ്രദ്ധിക്കുന്നുണ്ട്. കാലങ്ങളായി വിശ്വസ്തരായ മിഡിൽ ഈസ്റ്റ് സപ്ലൈ രാജ്യങ്ങളിൽ നിന്ന് താരതമ്യേന കൂടിയ വില നൽകിയും ഇന്ധനം ഇറക്കുമതി നടത്തി ബാലൻസിംഗ് നടത്തുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.